ADGP MR അജിത് കുമാറിനെ രക്ഷിക്കാൻ പുതിയ തന്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഉന്നതർ തന്നെ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിക്കൊല്ലാൻ നോക്കിയ ഒരു കേസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് തിരുത്തി ആ കേസ് അട്ടിമറിച്ച മഹാനാണ് ADGP MR അജിത് കുമാർ എന്നാണ് SIT തന്നെ കണ്ടെത്തിയത്. ആ റിപ്പോർട്ട് സമർപ്പിച്ച് 22 ദിവസം കഴിയുകയാണ്. എന്നാൽ ആ റിപ്പോർട്ട് തിരുത്തി എന്ന് പറയുന്ന ദിവസം ഈ അജിത് കുമാർ IPS ആ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് സംശയമെന്നും അതൊന്നുകൂടി അന്വേഷിക്കണമെന്നുമാണ് ഇപ്പോൾ DGP റവാഡ ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ പേരും പറഞ്ഞാണ് അന്വേഷണ റിപ്പോർട്ട് DGP മടക്കി അയച്ചിരിക്കുന്നത്. അതിനർത്ഥം ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് റിപ്പോർട്ട് തിരുത്തിയത് ആണെന്നിരിക്കെ അത് അട്ടിമറിക്കാൻ ഉന്നതങ്ങളിൽ നീക്കം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ വലിയ നിരാശയിലാണ്. അതിനാൽ തന്നെ അന്വേഷണം നടത്താൻ വിപ്ലവകരമായ പ്രഖ്യാപനം നടത്തിയ മുഖ്യമന്ത്രി സതീശനും അതിനുവേണ്ടി സംഘത്തെ നിയോഗിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും ഇതിലുള്ള താല്പര്യം എന്താണെന്നറിയാൻ കോൺഗ്രസ് പ്രവർത്തകർ കാത്തു നിൽക്കുകയാണ്. അവർക്കതിൻ്റെ ഉത്തരം കിട്ടിയേ മതിയാകൂ. കാരണം അവരുടെ കൂടപ്പിറപ്പുകളാണ് ഇങ്ങനെ പട്ടിയെ തല്ലുന്ന പോലെയുള്ള മർദ്ദനങ്ങൾക്ക് വിധേയരായത്. അവർ അടങ്ങിയിരിക്കുന്നില്ല. പിണറായി വിജയൻ്റെ ഭരണകാലത്ത് ഇത്രയേറെ കോൺഗ്രസിനെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു ഉദ്യോഗസ്ഥനും വേറെ ഉണ്ടാകില്ല. പൂരം കലക്കൽ, അനധികൃത സ്വത്ത് സമ്പാദനം, RSS അജണ്ട, ശബരിമലയിലെ ട്രാക്ടർ യാത്ര, അങ്ങനെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ എല്ലാ ദിവസവും സമരം ചെയ്തിട്ടും അവസാനം അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ പുറത്താക്കാൻ തന്നെ പറ്റുന്ന തെളിവുകൾ കയ്യിൽ കിട്ടിയിട്ടും അദ്ദേഹത്തെ തൊടുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയെന്ന് ജനങ്ങൾ തന്നെ വിശ്വസിച്ചു കഴിഞ്ഞു. ആഭ്യന്തര വകുപ്പിന് മനസ്സുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് ആ റിപ്പോർട്ട് മേശപ്പുറത്തെത്തും. അതിന് തിരിച്ചയക്കലും 25 ദിവസത്തെ കാത്തുനിൽക്കലും ഒന്നും വേണ്ട എന്നാണ് പ്രവർത്തകർ പറഞ്ഞു തുടങ്ങിയത്. നമുക്കറിയാം, കേന്ദ്ര ട്രൈബ്യൂണലിൻ്റെ വിധിയെ തുടർന്ന് എക്സൈസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റിയതാണ്. എന്നിട്ടും ബീവറേജ് മേധാവിയായി പിണറായി വിജയൻ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചു. എക്സൈസ് മന്ത്രിയായ ലിജുവിനിപ്പോൾ അതിൽ താല്പര്യമില്ല എങ്കിലും കയ്യും കാലും പിടിച്ച് അതിൽ തൂങ്ങി നിൽക്കാനാണ് അജിത് കുമാറിൻ്റെ നീക്കം. ഈ വൈകാരിക വിഷയത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇപ്പോൾ ഏക പ്രതീക്ഷ KC വേണുഗോപാൽ MP മാത്രമാണ്. തൻ്റെ പിള്ളേരെ തൊട്ട ഒരുത്തനും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള KC വേണുഗോപാലിൻ്റെ മുന്നറിയിപ്പ് വന്നതോടുകൂടിയാണ് അടയിരുന്ന ആ റിപ്പോർട്ട് തന്നെ ഒരനക്കം വെച്ചു തുടങ്ങിയത്. എന്നാൽ അതേ വേഗതയിൽ റിപ്പോർട്ട് ഫയൽ അന്വേഷണ സംഘത്തിന് തന്നെ തിരിച്ചു കൊടുത്തത് ഒരു അട്ടിമറി മടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ പറയുന്ന വിഷയം തന്നെ അജിത് കുമാറിനെ രക്ഷിക്കാൻ വേണ്ടി എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ സംശയിക്കുന്നത്. റിപ്പോർട്ട് തിരുത്തുന്ന സമയത്ത് അജിത് കുമാർ ആ ഓഫീസിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇനി SITയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ദൗത്യം. അതിന് സർക്കാരിൻ്റെ സഹായം എത്രത്തോളം ലഭിക്കും എന്നുള്ളതറിയാൻ കാത്തു നിൽക്കുകയാണ് പ്രവർത്തകർ. നടപടിക്കൊരുങ്ങി തന്നെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും നിൽക്കുന്നതെങ്കിലും സമ്മർദ്ദം വളരെ ശക്തമാണ്. നേതാക്കളുടെയും മേലുദ്യോഗസ്ഥരുടെയും അടക്കം ഈ നാട് ഭരിക്കുന്ന സകല ഏമാന്മാരുടെയും രഹസ്യങ്ങൾ അറിയുന്ന ഒരു പ്രമുഖൻ എന്നുള്ള നിലയ്ക്ക് അജിത് കുമാറിനെ സംരക്ഷിക്കേണ്ടത് പലരുടെയും ബാധ്യതയായി മാറിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷേ എല്ലാ വാക്കുകളെക്കാളും എല്ലാ സമ്മർദ്ദങ്ങളെക്കാളും വലുതാണ് ഞങ്ങളുടെ പിള്ളേരെ തൊട്ട ഒരുത്തനെയും വെറുതെ വിടില്ല എന്നുള്ള KC വേണുഗോപാൽ MPയുടെ വാക്ക് എന്നുള്ളതാണ് അജിത് കുമാറിൻ്റെ പ്രതീക്ഷ തകർക്കുന്നതും കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രതീക്ഷ നൽകുന്നതും.